നിങ്ങൾ മിഥുന സിനിമ കണ്ടാണോ? മിഥുന സിനിമയ്ക്കകത്ത് ഒരു കോമഡി സീൻ ഉണ്ടല്ലോ, നമ്മുടെ ജഗദീഷ് ശ്രീകുമാർ നെടുമുടി വേണുള്ള സീന്, തേങ്ങ ഉടക്കി സ്വാമി എന്നുള്ള സീന്. അപ്പോൾ ആ സീനിലെ പോലെ തന്നെ ആയിരുന്നു ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പാകിസ്ഥാനും ICCയും തമ്മിൽ നടന്നുകൊണ്ടിരുന്ന വാക്പോരുകൾ. അപ്പോൾ എന്തായാലും പാകിസ്ഥാൻ ആ തേങ്ങ ഉടച്ചിരിക്കുകയാണ്. അതായത് പാകിസ്ഥാൻ ടീം ഇന്ത്യക്കെതിരെ ICC ടൂർണമെൻറ്റ് വേൾഡ് കപ്പിൽ കളിക്കുന്നില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്നു. കളിച്ചിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ഇന്ത്യ തന്നെ ജയിക്കും. ഇന്ത്യൻ ടീമിൻ്റെ 7 എണ്ണത്തില്ല ഇപ്പോഴത്തെ പാകിസ്ഥാൻ ടീം. പക്ഷേ അവർക്കൊന്ന് കളിച്ച് നോക്കാമായിരുന്നു. ഒന്ന് കളിച്ചിട്ട് അറ്റ്ലീസ്റ്റ് അവരുടെ ഫാൻസിനെങ്കിലും ഞങ്ങളിപ്പം ഇന്ത്യയെ പൊട്ടിക്കും, ഇപ്പോൾ പൊട്ടിക്കുമെന്ന് പറഞ്ഞ് ഒന്ന് പറഞ്ഞുകൊണ്ട് നടക്കാനുള്ള അവസരമാണ് പാകിസ്ഥാൻ ടീം എന്തായാലും കളഞ്ഞു കുളിച്ചത്. എനിക്ക് തോന്നുന്നത് ഇന്നലെ അണ്ടർ-19 വേൾഡ് കപ്പിൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീം 8 നിലയിൽ നമ്മുടെ ഇന്ത്യയിലെ ചുണക്കുട്ടികളോട് തോറ്റിട്ടുണ്ട്. 58 റൺസിനാണ് ഇന്ത്യൻ ടീം പാകിസ്ഥാനെ തോൽപ്പിച്ചത്. അപ്പോൾ അതോടെ കണ്ടപ്പോഴത്തേക്കും PCBക്ക് ഏകദേശം മനസ്സിലായി, ഈ പിള്ളേർ നോക്കിയിട്ട് നടക്കുന്നില്ല, ഇനിയാണ് ഈ മുതുക്കന്മാർ നോക്കിയിട്ട്. അപ്പോൾ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന് മനസ്സിലായതോടെ ഇനി വെറുതെ പോയി നാണം കെട്ട് തോക്കണ്ട, അങ്ങ് പിന്മാറിയേക്കാം, അറ്റ്ലീസ്റ്റ് നമുക്കൊരു ബിൽഡപ്പെങ്കിലും ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പാകിസ്ഥാൻ ടീം പിന്മാറിയെന്നാണ് എൻ്റെ ബലമായ സംശയം. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ളൊരു പ്രശ്നം, അതായത് മുസ്തഫിസ് റഹ്മാനെ പുറത്താക്കി KKRൽ നിന്ന്. അതിനുശേഷം ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് പറയുന്നു, ഞങ്ങൾ ഇന്ത്യയുടെ ഒരു IPL മാച്ചസും ഇന്ത്യയിൽ നടക്കുന്ന IPL മാച്ചസും ഞങ്ങളിവിടെ സംപ്രേഷണം ചെയ്യത്തില്ല എന്ന് പറയുന്നു. അങ്ങനെയൊക്കെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ BCCI വേഴ്സസ് BCB നടന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കൂടെ ലാസ്റ്റ് വേദി മാറ്റം വേണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് എത്തുന്നു. ഇന്ത്യ സമ്മതിച്ചില്ല, ICCയിൽ പോകുന്നു. ICC പറഞ്ഞു പറ്റില്ല, ആൾറെഡി ഫിക്സ്റ്റേഴ്സ് എല്ലാം റെഡിയാക്കിയതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾക്ക് ശേഷം BCB തീരുമാനിച്ചു, ഇനി ഞങ്ങൾ വേൾഡ് കപ്പിന് തയ്യാറല്ല, ഇന്ത്യയുടെ മാച്ചസ്, ബംഗ്ലാദേശിൻ്റെ മാച്ചസ് ശ്രീലങ്കയിൽ നടത്തിയില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ റെഡിയല്ല എന്ന് പറഞ്ഞു. ICC പറഞ്ഞു പറ്റില്ല. അങ്ങനെ ICC എന്ത് ചെയ്തു, ബംഗ്ലാദേശിനെ ഒഴിവാക്കി സ്കോട്ട്ലൻഡിനെ ആഡ് ചെയ്തു. ആ ഫിക്സ്ചർ അവിടെ റെഡിയാണ്. അപ്പോഴാണ് പാകിസ്ഥാൻ്റെ വരവ്. പാകിസ്ഥാൻ എന്ത് ചെയ്തു, BCBക്ക് ഞങ്ങൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു, ഇന്ത്യ ഇടപെടൽ ശരിയാവുന്നില്ല, ഇന്ത്യ ICC ടൂർണമെൻറ്റിൽ ഒരു എന്താ പറയുക ഏകാധിപതി പോലെയാണ് പെരുമാറുന്നതെന്നൊക്കെ പറഞ്ഞിട്ടാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ഇത് അവരുടെ ഗവൺമെൻറ്റുമായിട്ട് ചർച്ച ചെയ്തിട്ട് ഇന്ത്യ പാകിസ്ഥാൻ മാച്ചിൽ നിന്ന് പിന്മാറുന്നത്. അപ്പോൾ പാകിസ്ഥാൻ ഒരു കാര്യം മറന്നുപോയി, ICCന്ന് നേരിടാൻ പോകുന്ന ആനുകൂല്യങ്ങൾ കട്ട് ചെയ്യുന്നു, അതുപോലെ ബ്രോഡ്കാസ്റ്റേഴ്സിൻ്റെ കേസ് കാര്യങ്ങൾ, ഇതിനൊരു വൻ നഷ്ടമാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന് ഉണ്ടാകാൻ പോകുന്നത്. ആൾറെഡി PCB അണ്ടർ പ്രഷറിലാണ്, അവരുടെ പല മാച്ചസിലും വ്യൂവർഷിപ്പ് ഇല്ല. അതുപോലെ PCL ഒന്നും ഒരു ഫ്രാഞ്ചൈസി ലീഗിൻ്റെ 7 എണ്ണത്ത് പോലും വരുന്നില്ല. അപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ ഇടയ്ക്കുന്ന പാകിസ്ഥാന് ICC കൂടി ഫണ്ടിങ്ങും കൂടെ സ്റ്റോപ്പ് ചെയ്താലുള്ള അവസ്ഥ വിനാശകാലെ വിപരീത ബുദ്ധി എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എനിവേ, ഇപ്പോൾ ലീഗ് റൗണ്ടിലെ ഇന്ത്യ പാകിസ്ഥാൻ മാച്ചിൽ നിന്ന് അവർ പിന്മാറി. ഇനി ഇന്ത്യ ഫൈനലിലെത്തിയാൽ, ഒരു സൈഡിൽ പാകിസ്ഥാൻ കൂടി ഫൈനലിലെത്തിയാൽ ഇവന്മാർ ഫൈനലിൽ നിന്ന് പിന്മാറുമോ, നമുക്ക് ട്രോഫി തന്നിട്ട് അണ്ണന്മാരെ ഞങ്ങൾ കളിക്കുന്നില്ല എന്ന് പറഞ്ഞ് പോവോ? ഇതാണ് കാണാൻ പോകുന്നത്. എനിവേ, വെയിറ്റ് ആൻഡ് സീ. അപ്പോൾ ഈ ഒരു പ്രശ്നത്തിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.